കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കേരളം ചർച്ച ചെയ്യുന്നതാണ് എറണാകുളം മലയിടം തുരുത്തിൽ നിന്ന് 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന വാർത്ത. അതിനായി അഡ്വക്കേറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പോലീസ് ശ്രമിച്ചപ്പോൾ വലിയ സംഘർഷമാണ് സ്ഥലത്തുണ്ടായത്. പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന 15ാമത്തെ ശ്രമമാണ് അന്ന് പരാജയപ്പെട്ടത്. മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഉന്നതിയിൽ നിന്ന് എന്തിനാണ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത്? ഇതിൽ സർക്കാർ തലത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും? കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങളങ്ങോട്ട് പോകും. ഞങ്ങളെ കൊന്നിട്ട് അവർ കൊണ്ടുപോകട്ടെ. എൻ്റെ അച്ഛൻ്റെ കാലം മുതലേ ഞങ്ങളിവിടെ കിടക്കുന്നതാണ്. ഇനി ഞങ്ങളിവിടെ നിന്ന് എന്തും പറഞ്ഞിറങ്ങണം. ഞങ്ങളെവിടെ പോകും സാറേ? കൊന്നാലും ശരി, ഇവിടെ കിടന്നും മരണപ്പെട്ടാലും ശരി, ഇവിടെ കുഴിച്ചിടണം ഞങ്ങളെ. പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാന വെല്ലുവിളിയാണ് മലയിടം തുരുത്തിലെ ഭൂമി പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കുമെന്നത്. 2022 സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ 2 വ്യക്തികൾ തമ്മിൽ ഉള്ള ഭൂമി തർക്കം അത് കോടതി കയറി എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നത് സുപ്രീം കോടതിയുടെ കുടിയൊഴിപ്പിക്കൽ ഉത്തരവ് വന്നതോടെയാണ്. എന്താണ് മലയിടം തുരുത്തിലെ ഈ യഥാർത്ഥ ഭൂമി പ്രശ്നങ്ങൾ, അതിന്റെ തർക്കങ്ങൾ? എന്തിനാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഉന്നതിയിലേക്ക് കയറിയത്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കാളുകുറുമ്പൻ തന്റെ 2.65 ഏക്കർ ഭൂമി അന്യായമായി കയ്യേറിയെന്ന് കാട്ടി മലയിടം തുരുത്ത് കണ്ണോത്ത് ശങ്കരൻ നായർ 58 വർഷം മുൻപ് നൽകിയ കേസാണ് വിവിധ കോടതികൾ കയറിയിറങ്ങി സുപ്രീം കോടതി വരെ എത്തിയത്. പറവൂർ മുൻസിഫ് കോടതിയായിരുന്നു ആദ്യം പരിഗണിച്ചത്. ആകെയുള്ള 19.30 ഏക്കർ പുറമ്പോക്ക് ഭൂമിയിൽ മലയിടം തുരുത്ത് ഉന്നതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ചൊല്ലിയാണ് തർക്കം. ഈ ഭൂമിക്ക് ആധാരമുണ്ടെന്നും അന്യായമായി ദളിത് കുടുംബങ്ങൾ കൈവശം വെച്ചുവെന്നും സ്വകാര്യ വ്യക്തി കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതിയിൽ കേസെത്തിയതോടെ ശങ്കരൻ നായർക്ക് അനുകൂലമായി വിധി വന്നു. ദളിത് കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ അന്തിമ വിധി ഉന്നതിയിലെ നിവാസികൾക്കെതിരായിരുന്നു. കേസ് കീഴ്ക്കോടതി പറഞ്ഞതിൽ നിന്ന് മാറി പ്രത്യേകം പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. 2022 ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് സർക്കാർ ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 14 തവണ ഭൂമി കുടിയൊഴിപ്പിക്കാനായി അഡ്വക്കേറ്റ് കമ്മീഷൻ MK ജയപാലനും പോലീസ് സംഘവും എത്തിയെങ്കിലും ഉന്നതിയിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. അന്നെല്ലാം മടങ്ങിപ്പോയി. കഴിഞ്ഞ ബുധനാഴ്ച പോലീസ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കോളനിക്ക് അകത്ത് കയറി. നടന്നത് വലിയ സംഘർഷം. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുപറ്റി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് പിൻവാങ്ങി. ദളിത് കുടുംബങ്ങൾക്കൊപ്പം ചേർന്ന് CPIM സമരം പ്രഖ്യാപിച്ചു. മലയിടം തുരുത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുരുത്തിലേക്കുള്ള വഴിയിൽ ധർണ നടത്തി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം CPIM ഏറ്റെടുക്കുന്ന ആദ്യത്തെ സമരം കൂടിയാണ് മലയിടം തുരുത്തിലേത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമല്ലേ? ഇവിടുത്തെ MLA PV ശ്രീനിജൻ ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയും ഇനി എന്ത് നിലപാട് എന്നുള്ളതും ഇപ്രകാരം: സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന് ഒരു പരിഹാരം എത്തുന്നതുവരെ കാത്തു നിൽക്കുക എന്നതായിരുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ജില്ലാ ഭരണ സംവിധാനം ചെയ്യേണ്ടത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ സാമ്പത്തികമായ പരിമിതിയുള്ള ഈ കുടുംബങ്ങൾ കോടതി വിധിയുടെ ആ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. സമ്പത്തുള്ളവന് മാത്രം സമീപിക്കാനുള്ള കേന്ദ്രങ്ങളായി നമ്മുടെ നീതി നിർവഹണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. ഈ ഭൂമി ഇവർക്കുള്ളതാണ്. 8 ദളിത് കുടുംബങ്ങൾ, ഏകദേശം 60ഓളം വരുന്ന ആളുകളെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവർക്ക് വീട് നമ്പർ ഇട്ട് കൊടുക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, വാട്ടർ കണക്ഷന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളാണ്. ഇത് വേറൊരാളുടെ ഭൂമിയായിരുന്നെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇതെല്ലാം ഇവരുടെ പേരിൽ എങ്ങനെ അടയ്ക്കാൻ കഴിയും? പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് എങ്ങോട്ടിറങ്ങുമെന്നുള്ള വലിയ ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറം വേദനയിൽ തേങ്ങുന്നവർ. ഈ കുടുംബങ്ങളെല്ലാം ചേർന്ന് അഭിഭാഷകനെ നിയോഗിച്ചിരുന്നു, തുക പിരിച്ചു നൽകിയിരുന്നു.
പക്ഷേ പരാജയപ്പെട്ടു. നമുക്ക് നമ്മുടെ കിടപ്പാടം കിട്ടിയാൽ മതി. അപ്പം അന്ന് അവർ ശ്രമിക്കുമെങ്കിൽ ശ്രമിച്ചു നോക്കട്ടെ. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വീടിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയണതിന് എന്താ ഒരു ഇത് ഉള്ളത്? മതിയായി മടുത്തു. 5 സെന്റ് സ്ഥലം വെച്ച് തരാമെന്ന് പറഞ്ഞാൽ വീട് എന്ത് ചെയ്യും? വീട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് വന്നു കയറിയല്ല, നിങ്ങൾ വീട് കാണുമ്പോൾ അറിയാലോ, വീടും മരവും വൃക്ഷങ്ങളും അമ്പലവും പതിയൊക്കെ ഉള്ളതാണ്. പരാതിക്കാരനായ ശങ്കരൻ നായർ അന്തരിച്ചു. ഇപ്പോൾ മക്കളും അവരുടെ കുട്ടികളുമാണ് കേസ് നടത്തുന്നത്. ഇരു കൂട്ടരുമായി ചർച്ചയ്ക്ക് മന്ത്രി റോജി എം ജോണിനെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ഇത് ഫലം കാണുമെന്ന പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നു. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിനാണ് മറുപടി ഇല്ലാതാകുന്നത്. കോടതിയോട് സമയം ചോദിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് സർക്കാർ ശ്രമം. പക്ഷേ സുപ്രീം കോടതി ഉത്തരവ് വന്ന് ഇത്ര വർഷമായതുകൊണ്ട് ആ സാവകാശം ലഭിച്ചില്ലെങ്കിൽ വിഷയം സങ്കീർണമാവും. നാളത്തെ ദിനം നിർണായകമാണ്. ഷിജു ചവറയ്ക്കൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി.